ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാർ ശക്തമായ നടപടി തുടരുമ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഇരട്ടത്താപ്പ്. UDF സർക്കാർ കാലത്തെ അഴിമതികൾ സംബന്ധിച്ച് വ്യക്തമായ മറുപടി പറയാതെ നേതാക്കൾ മൗനം പാലിക്കുകയാണ്. സമഗ്ര അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തോടും കോൺഗ്രസിന് വ്യക്തമായ ഒരു മറുപടിയില്ല. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ സുതാര്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. എന്നാൽ UDF സർക്കാർ കാലത്തെ അഴിമതികൾ സംബന്ധിച്ച് കാര്യങ്ങൾ മറച്ചുവെച്ച് വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അവസാന UDF സർക്കാർ കാലത്ത് ശബരിമലയിലേക്ക് പാത്രങ്ങൾ വാങ്ങിയതിൽ 1,81,00,000 രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. VS ശിവകുമാർ ആയിരുന്നു അന്നത്തെ മന്ത്രി. അദ്ദേഹത്തിന്റെ സഹോദരൻ VS ജയകുമാർ 2014-15 കാലത്ത് ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നപ്പോഴും തുടർന്ന് ദേവസ്വം സെക്രട്ടറി ആയിരുന്നപ്പോഴും നടത്തിയ ക്രമക്കേടുകളാണ് അഡ്വക്കേറ്റ് ചെറുന്നയ്യൂർ P ശശിധരൻ നായർ കമ്മീഷൻ അന്വേഷിച്ച് ഗുരുതരമായ അഴിമതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ശബരിമലയിൽ പാത്രങ്ങൾ ഉപയോഗിക്കാതെ കുന്നുകൂടി കിടക്കുമ്പോൾ പുതിയ പാത്രങ്ങൾ വീണ്ടും വാങ്ങിയതായി കാണിച്ച് വ്യാജ ബില്ലുകൾ ഹാജരാക്കിയാണ് അഴിമതി നടത്തിയത്. ഇതേ കാലയളവിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശാസ്താംകോട്ട ശ്രീധർമ്മ ക്ഷേത്രത്തിൽ 1,65,00,000 രൂപ ചെലവഴിച്ച് കൊടിമരത്തിൽ സ്വർണം പൂശിയതിൽ അഴിമതി ഉണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 4 കിലോ സ്വർണം തട്ടിച്ചുവെന്നാണ് കേസ്. കൂടാതെ UDF കാലത്ത് ആന്ധ്രയിൽ നിന്നും ശർക്കര വാങ്ങിയതിലും ദേവസ്വം ബോർഡ് അധ്യക്ഷനും അംഗങ്ങളും യാത്രപ്പടി കൈപ്പറ്റിയതിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അടക്കം സമഗ്ര അന്വേഷണം വേണമോ എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസിന് വ്യക്തമായ മറുപടിയില്ല. സ്വർണ്ണപ്പാളിയുടെയും പീഠത്തിന്റെയും പേരിൽ കള്ളം പ്രചരിപ്പിച്ച് അയ്യപ്പ സംഗമം പൊളിക്കാൻ സ്പോൺസറുടെ സഹായത്തോടെ ഗൂഢാലോചന നടത്തിയത് കോൺഗ്രസ് ആണ്. ശബരിമലയിലെ വിവിധ രൂപങ്ങൾ വെച്ച് കച്ചവടം നടത്തുന്ന സ്പോൺസറുടെ താല്പര്യമാണ് കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ മുതലെടുപ്പിനെ ആയുധമാക്കിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന് 2 നാൾ മുൻപായിരുന്നു വാർത്താ ചാനൽ വഴി സ്പോൺസറായ ബാംഗ്ലൂർ വ്യവസായിയുടെ കള്ള വെളിപ്പെടുത്തൽ. സ്വർണ്ണപ്പാളികൾക്കൊപ്പം കൊടുത്തുവിട്ടിരുന്ന സ്വർണ്ണ പീഠങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദേവസ്വം ബോർഡിനെ സംശയ നിഴലിലാക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ പീഠം കാണാതായതിൽ തനിക്ക് പരാതിയില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതോടെ ദുരൂഹത പുറത്തു വന്നു. പീഠങ്ങൾ സഹോദരിയുടെ വീട്ടിൽ ഒളിപ്പിച്ചാണ് കള്ള പ്രചാരവേല നടത്തിയത് എന്ന് വിജിലൻസ് കണ്ടെത്തുകയായിരുന്നു.